പക്ഷിപ്പനിയെ തുടർന്ന് നഷ്ടം സംഭവിച്ച താറാവ് കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകി കർഷകരെ കടക്കെണിയിൽ നിന്നും രക്ഷിക്കണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം ജില്ലാ കമ്മിറ്റി. കർഷകരുടെ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പക്ഷിപ്പനിയുമായി ബന്ധപ്പെട്ട് താറാവ് കർഷകർക്കുള്ള നഷ്ടപരിഹാര തുക എത്രയും വേഗം നൽകി കർഷകരെ കടക്കെണിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് ഐക്യ താറാവ് കർഷക സംഘം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. നമുക്കറിയാം 77,896 താറാവുകളുടെ കോമ്പൻസേഷൻ എന്ന് പറയുന്നൊരു വലിയ തുകയല്ല, വളരെ ചെറിയൊരു തുകയാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ നവംബർ ഡിസംബർ മാസത്തിൽ കള്ളിങ് നടത്തിയിട്ട് ഏതാണ്ട് 7-8 മാസങ്ങൾ പിന്നിടുമ്പോഴും 9 മാസം ആകുമ്പോഴും കോമ്പൻസേഷൻ നാളിതുവരെ തന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള ഒരവസ്ഥാവിശേഷമാണ്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയാലും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആയാലും ഈ കാര്യത്തിൽ ഒരേപോലെ കുറ്റക്കാരാണ് എന്ന് പറയാൻ ഐക്യ താറാവ് കർഷക സംഘത്തിൻ്റെ ജില്ലാ കമ്മിറ്റിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാര്യം അതാണ് അതിൻ്റെ സത്യം. ഒരുപക്ഷെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ആലപ്പുഴ ജില്ലാ കൺവീനർ എന്നുള്ള നിലയിൽ ആ ഒരു ഭാഗം കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്, UDFും ഈ കാര്യത്തിൽ തുല്യ സമീപനം സ്വീകരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഈ പാവപ്പെട്ട കർഷകരുടെ ഏറ്റവും ദയനീയമായ അവസ്ഥ, ബാങ്കുകാർ ഇവർക്ക് ഒരിക്കലും ലോൺ കൊടുക്കത്തില്ല. താറാവ് കൃഷി ഒരിക്കലും ഒരു സന്തോഷകരമായ കാര്യമല്ല, ലാഭമില്ലാത്തൊരവസ്ഥ മാത്രമല്ല, നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു സാഹചര്യം. അത്തരമൊരു സാഹചര്യത്തിൽ പുതിയ തലമുറ ഈ മേഖലയിലേക്ക് കടന്നു വരാൻ അല്പം പോലും താല്പര്യം കാണിക്കുന്നില്ല. അത്തരമൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കർഷകരുടെ ഈ ദുരിതത്തിന് പരിഹാരമുണ്ടാക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം അതിശക്തമായ സമരത്തിന് രൂപം നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 ഡിസംബർ മാസത്തിൽ ജില്ലയിലെ വിവിധ കർഷകരുടേതായി പക്ഷിപ്പനിയെ തുടർന്ന് 2 മാസത്തിനു മുകളിൽ പ്രായമുള്ള 25,759 താറാവുകളെയും 2 മാസത്തിൽ താഴെ പ്രായമുള്ള 9,690 താറാവുകളെയും കള്ളിങ് നടത്തി നശിപ്പിച്ച് മറവ് ചെയ്തിരുന്നു. കൂടാതെ പക്ഷിപ്പനി മൂലം 2 മാസത്തിനു മുകളിൽ പ്രായമുള്ള 24,294 താറാവുകളും 2 മാസത്തിൽ താഴെ പ്രായമുള്ള 12,153 താറാവുകളും ചത്തുപോവുകയും ചെയ്തിരുന്നു. വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ മൃഗസംരക്ഷണ വിഭാഗം ഡോക്ടർമാർ ജില്ലാ ഓഫീസർക്ക് നൽകിയ കണക്കുകൾ അനുസരിച്ച് 77,896 താറാവുകളാണ് പക്ഷിപ്പനി മൂലം 2025 ഡിസംബർ മാസത്തിൽ താറാവ് കർഷകർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവയ്ക്ക് നാമമാത്രമായ നഷ്ടപരിഹാരമാണ് നൽകുന്നത്. നഷ്ടപരിഹാര തുക ഉയർത്താൻ സർക്കാർ തയ്യാറാകണം. ഒപ്പം കൃത്യസമയത്ത് ഇത് നൽകാനും തയ്യാറാകണമെന്നും ഭാരവാഹികളായ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി രാജശേഖരൻ, സെക്രട്ടറി കെ ഷാമുവൽ, ജോസഫ് ചെറിയാൻ, രാമചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.